കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുള്ളവനാണ്. മാർപ്പാപ്പ. ജൂബിലി വർഷത്തിന് ഇന്ന് ഔദ്യോഗിക സമാപനം. അസാധാരണ കൺസിസ്റ്ററിക്ക് നാളെ തുടക്കമാകും. സക്രാരി കുത്തി തുറന്ന തിരുവോസ്തി മോഷ്ടിച്ചു. അധ്യാപക നിയമത്തിലെ സർക്കാർ വഞ്ചനയ്ക്കെതിരെ കത്തോലിക്ക കോൺഗ്രസ്. വാർത്തകൾ വിശദമായി. നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുള്ളവനാണ്. മാർപ്പാപ്പ. നമ്മുടെ ദൈവം വിദൂരസ്ഥനോ അപ്രാപ്യമായ വിധത്തിൽ ഉയരത്തിലുള്ളവനോ അല്ല, നമുക്കൊപ്പം നമ്മുടെ കൂടെയുള്ളവനാണ് എന്ന് ലിയോ 14 പാപ്പ വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട് സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. മനുഷ്യന്റെ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലല്ല, ജീവിതയാത്രയിൽ ആരും ഒറ്റയ്ക്കാകാതിരിക്കാൻ മനുഷ്യരാശിയുടെ പാത പങ്കിടാനുള്ള ദൈവത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ക്രിസ്തീയ പ്രത്യാശയെ കാണേണ്ടത്, പാപ്പ പറഞ്ഞു. ജൂബിലി വർഷത്തിന് ഇന്ന് ഔദ്യോഗിക സമാപനം. 2024 ഡിസംബർ 24 ഫ്രാൻസിസ് മാർപ്പാപ്പ ആരംഭിച്ച പ്രത്യാശയുടെ ജൂബിലി വർഷത്തിന് ഇന്ന് 2026 ജനുവരി 6 സമാപനമാകും. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ വിശുദ്ധ വാതിലുകൾ ലിയോ 14 പാപ്പ അടയ്ക്കുന്നതോടെയാണ് വിശുദ്ധ വർഷാചരണത്തിന്റെ ഔദ്യോഗിക സമാപനമാകുന്നത്. ഇതിനു മുമ്പ് വത്തിക്കാനിലെ വിശുദ്ധ വാതിലുകൾ എല്ലാം അടച്ചിരുന്നു. ഒരു മാർപ്പാപ്പ ആരംഭിച്ച് മറ്റൊരു മാർപ്പാപ്പ അവസാനിപ്പിക്കുന്ന വിശുദ്ധ വർഷം എന്നൊരു പ്രത്യേകത കൂടി പ്രത്യാശയുടെ ജൂബിലി വർഷത്തിനുണ്ട്. അസാധാരണ കൺസിസ്റ്ററിക്ക് നാളെ തുടക്കമാകും. വത്തിക്കാനിൽ അസാധാരണ കൺസിസ്റ്ററിക്ക് നാളെ തുടക്കമാകും. ജനുവരി 7-8 തീയതികളിലാണ് അസാധാരണ കൺസിസ്റ്ററി നടക്കുന്നത്. പുതുവർഷത്തിൽ ലിയോ 14 പാപ്പ പങ്കെടുക്കുന്ന ആദ്യത്തെ പ്രധാന ചടങ്ങാണ് ഇത്. സക്രാരി കുത്തി തുറന്ന് തിരുവോസ്തി മോഷ്ടിച്ചു. സ്പെയിനിലെ വാലഡോളിഡിലെ ഹോളി തോൺ ആശ്രമത്തിൽ സക്രാരി കുത്തി തുറന്ന് തിരുവോസ്തി മോഷ്ടിച്ചു. ഡിസംബർ 28 ഈ അനിഷ്ട സംഭവം നടന്നത്. തിരുവോസ്തിയോട് കാണിച്ച അനാദരവിന് പരിഹാരമായി ജനുവരി 3 പ്രായശ്ചിത്ത പരിഹാര പ്രാർത്ഥന നടത്തി. സാത്താൻ ആരാധനയുമായി ബന്ധപ്പെട്ടാണ് തിരുവോസ്തി മോഷണം പോയിരിക്കുന്നതെന്നാണ് അനുമാനം. അധ്യാപക നിയമത്തിലെ സർക്കാർ വഞ്ചനയ്ക്കെതിരെ കത്തോലിക്ക കോൺഗ്രസ്. ഭിന്നശേഷി സംവരണത്തിന്റെ മറവിൽ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിൽ ഉണ്ടാക്കിയ തടസ്സങ്ങൾ മാറ്റാമെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉറപ്പു പറഞ്ഞ സർക്കാർ നിഷേധാത്മക നിലപാടെടുക്കുന്നത് കടുത്ത വഞ്ചനയാണെന്നും നീതീകരിക്കാനാവില്ലെന്നും കത്തോലിക്ക കോൺഗ്രസ്. നിയമന നിരോധനത്തിനുള്ള കുറുക്കുവഴിയായി ഭിന്നശേഷി സംവരണത്തെ സർക്കാർ ഉപയോഗിക്കുകയാണെന്നും കത്തോലിക്ക കോൺഗ്രസ് ആരോപിച്ചു. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ഇനി പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വെള്ളിയാഴ്ച കണ്ടുമുട്ടാം. നന്ദി.